ഇടുക്കി പീരുമേട്ടിൽ നിന്ന് 2 വർഷം മുമ്പ് കാണാതായ യുവതിക്കും യുവാവിനും വേണ്ടി വീണ്ടും പരുന്തുംപാറയിലെ മലയടിവാരത്ത് 800 അടി താഴ്ചയിൽ തിരച്ചിൽ നടത്തി. കുട്ടിക്കാനം KAP ബറ്റാലിയൻ ഹൈ ആൾട്ടിറ്റ്യൂഡ് റെസ്ക്യൂ ടീമും പീരുമേട് പോലീസും സംയുക്തമായാണ് തെരച്ചിൽ നടത്തിയത്. തെരച്ചിലിൽ ഒന്നും കണ്ടെത്താനായില്ല. 2020 മെയ് 18-നാണ് പീരുമേട് സ്വദേശികളായ അഞ്ജുവിനെയും സെൽവനെയും കാണാതായത്. കുടുംബാംഗങ്ങളുടെ പരാതിയിൽ പീരുമേട് പോലീസ് അന്വേഷണം ആരംഭിച്ചിരുന്നു. പീരുമേട് പരുന്തുംപാറയിൽ ഇരുവരും എത്തിയതായി സൂചന ലഭിച്ചിരുന്നു. സെൽവന്റെ ഉടമസ്ഥതയിലുള്ള കാർ പരുന്തുംപാറയ്ക്ക് സമീപം നിർത്തിയിട്ട നിലയിൽ കണ്ടെത്തുകയും ചെയ്തിരുന്നു. അഞ്ജുവിനെ കാണാതാകുമ്പോൾ 4 മാസം ഗർഭിണിയായിരുന്നു. സെൽവൻ പീരുമേട്ടിൽ ടാക്സി ഡ്രൈവറായിരുന്നു. ഇവർ തമ്മിൽ സ്നേഹത്തിലായിരുന്നുവെന്നാണ് വിവരം. ഇവർ പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലെല്ലാം അന്വേഷണം നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. പിന്നീട് സംസ്ഥാനത്തിനകത്തും പുറത്തും അന്വേഷണം വ്യാപിപ്പിച്ചെങ്കിലും ഇരുവരും ജീവിച്ചിരിക്കുന്നതായ ഒരു സൂചനയും ലഭിച്ചില്ല. പോലീസ് ആദ്യഘട്ട അന്വേഷണം അവസാനിപ്പിച്ചെങ്കിലും പീരുമേട് DYSPI J. കുര്യാക്കോസ് നിയമിതനായതോടെ അന്വേഷണം പുനരാരംഭിച്ചു. ഇരുവരുടെയും അവസാനത്തെ മൊബൈൽ ടവർ ലൊക്കേഷൻ പരുന്തുംപാറയായതിനാൽ പരുന്തുംപാറയ്ക്ക് എതിർവശത്തുള്ള മലയടിവാരത്തിൽ 800 അടി താഴ്ചയിലിറങ്ങി 1 കിലോമീറ്റർ ചുറ്റളവിൽ പരിശോധന നടത്തി. എന്നാൽ ഫലമുണ്ടായില്ല. ഇരുവരെയും കാണാതായ ശേഷം തുടർച്ചയായി 2 വർഷം പ്രളയമുണ്ടായതിനാൽ ഒഴുകിപ്പോകാനും മണ്ണിനടിയിലാകാനും സാധ്യതയുണ്ടെന്നാണ് തെരച്ചിൽ സംഘത്തിലെ ഉദ്യോഗസ്ഥൻ പറയുന്നത്. 800 അടി താഴ്ചയിൽ വടം കെട്ടിയാണ് തെരച്ചിൽ സംഘം ഇറങ്ങിയത്. പീരുമേട് CI സുമേഷ് സുധാകരൻ, SI ബിബിൻലാൽ എന്നിവരുടെ നേതൃത്വത്തിൽ കൂടുതൽ അന്വേഷണം നടത്താനാണ് തീരുമാനം. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.